അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിൽ ഒരു വാടക കോട്ടേജിൽ താമസിക്കുന്ന ഒരു മുസ്ലിം ദമ്പതികളുടെ 1 വയസ്സുള്ള കുഞ്ഞ് മരണപ്പെട്ടത്. ചികിത്സ നിഷേധിച്ചത് കൊണ്ടാണ്, കുട്ടിക്ക് മഞ്ഞപ്പിത്തായിരുന്നു, ചികിത്സിക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്ന് പറഞ്ഞ് വലിയ ബഹളങ്ങളായി. സോഷ്യൽ മീഡിയ മുഴുവനും ആ ഉമ്മാനെ കുറിച്ചിട്ട്, ആ മകൻ നഷ്ടപ്പെട്ട ഉമ്മാനെയും ഉപ്പാനെയും കുറിച്ച് വളരെ പുലഭ്യങ്ങളായിരുന്നു. ഇപ്പം ആ കുട്ടിയുടെ പരാതി കൊടുത്തിട്ട്, ആ കുട്ടിയുടെ ഒരു വയസ്സുള്ള കുട്ടിയാണ്, അതിനെ ഖബറടക്കിയ മയ്യത്ത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിക്കാണ്. ഈ ചികിത്സ വൈകിയത് കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം എന്നുള്ളതാണ് ഇന്ന് മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രാസപരിശോധനയുടെ ഫലം ഇനിയും ഒരാഴ്ച എടുക്കും. ആന്തരികാവയവങ്ങളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക് അസുഖം വന്നു നോക്കുമ്പോൾ ഒരു മരുന്നും കൊടുത്തില്ല. ഇതൊക്കെ മഞ്ഞപ്പിത്തല്ലേ, പ്രകൃതി കൊണ്ട് മാറൂലേ എന്ന് കരുതിയിട്ട് അതങ്ങനെ വിട്ടു. ആ പാവം പൊന്നുമോന് മരണപ്പെട്ടു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമ്മൾ എന്ത് ചിന്താഗതിക്കാരായിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുക എന്താണ്? ആ കുട്ടിയുടെ അസുഖം ഒന്ന് മാറി കിട്ടണം. ഒരു അക്യുപഞ്ചറിസ്റ്റ് ആണെങ്കിലും ഇങ്ങനെ ആലോപതി വിരുദ്ധത കാണിച്ചിട്ട് സ്വന്തം മക്കളുടെ ജീവൻ അപകടത്തിലാവരുത്. ഈ ദാരുണമായ സംഭവം നടന്നപ്പോൾ ഈ ഉമ്മാനെയും ഉപ്പാനെയും കുറ്റപ്പെടുത്താൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് ഇവിടെ മതമാണ്. ഈ മതക്കാരിങ്ങനെ തന്നെയാണ്. ഇത് 6-ാം നൂറ്റാണ്ടിന്റെ സങ്കല്പമാണ്. ഇസ്ലാം മതത്തിൽ ഒരിക്കലും ചികിത്സ നിഷേധിക്കാനോ അസുഖം വന്ന ഡോക്ടറെ അടുത്ത് പോകണ്ടെന്നോ പറയുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു ഉമ്മാനെയും ഉപ്പാനെയും സോഷ്യൽ മീഡിയ മുഴുവനും കീറി മുറച്ച് വലിച്ച് കീറി ഒട്ടിക്കാൻ കാരണം ഇവരുടെ മതമാണെന്നുള്ളതാണ്. സമാനമല്ലാത്തതാണെങ്കിലും അതിലും ക്രൂരമായ മറ്റൊരു സംഭവം ഉണ്ടായി തൃശ്ശൂർ. പക്ഷെ ഒരിക്കൽ പോലും അതിന്റെ പേരിൽ അവരുടെ മതം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഒരാൾ കഴിഞ്ഞ ദിവസം ഭവിൻ എന്ന പേരുള്ള ഒരാൾ സ്റ്റേഷനിലേക്ക് കയറി വരികയാണ്. ഇന്നലെ നടന്ന സംഭവം കേട്ടോ. മദ്യപിച്ച് നടക്കാനൊന്നും വയ്യ, ആടിയിട്ടാണ് വരുന്നത്. കയ്യിലൊരു ബാഗുണ്ട്. രാത്രി ഒരു 12:30-1 മണി സമയത്ത് പുതുക്കാട് സ്റ്റേഷനിലേക്കാണ് കയറി വന്നിട്ട് ഒരു ബാഗും ഇങ്ങനെ മുറുകി പിടിച്ച് വന്നിരിക്കുകയാണ്. സാറോട് പറഞ്ഞു, സാറേ എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ, ഈ ബാഗിൽ എൻ്റെ കുട്ടിയുടെ അസ്ഥികൂടമുണ്ട്. ഇത് ചെയ്തത് ഞാൻ സ്നേഹിച്ച പെണ്ണാണ്, എൻ്റെ കൂടെ കഴിഞ്ഞിരുന്ന അനീഷ എന്ന് പേരുള്ളൊരു പെണ്ണാണെന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു, മോനെ നീ കുറിച്ച് വെള്ളം കുടിക്കും, നീ കള്ളു കുടിച്ചിട്ട് എന്തൊക്കെ എവിടെ വന്ന് കയറിയിരിക്കണം എന്നൊരു സ്റ്റേഷനിലാണ്. അതൊക്കെ ശരിയാണ് സാറേ, എനിക്കിത് പറയണം. എൻ്റെ 2 കുട്ടികളെ എൻ്റെ കൂടെ കഴിയുന്ന എൻ്റെ സുഹൃത്ത് കൊന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് നോക്കുമ്പോൾ അസ്ഥികളുണ്ട്, കറക്റ്റാണ്. ഇത് കുട്ടിയുടേതാണോ എന്തിൻ്റെതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണ്ടോ? പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊരു കുട്ടിയുടേതാണ്, 2 കുട്ടികളുടെ. അങ്ങനെ ഇതിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന അനീഷ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ വിളിച്ചു. 22 വയസ്സുള്ളൂ, ഇവൻക്ക് 24 വയസ്സുള്ളൂ. 2020 ഫേസ്ബുക്ക് വഴി പ്രണയത്തിലായവരാണ് ഇവര്. 2021 ആയപ്പോൾ ഇവള് ഗർഭിണിയായി, ഇവനിൽ നിന്ന് ഗർഭിണിയായി. ഇവര് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, പ്രണയം മൂത്ത് ആരും അറിയാതെ ഗർഭിണിയായി. ഇവര് വീട്ടുകാരോടൊന്നും ഈ പെണ്ണ് പറഞ്ഞില്ല, താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ല. ഗർഭിണിയാണെന്ന് പറയാതെ കുറച്ച് ലൂസുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ലേശം വയറൊക്കെ വീർത്തപ്പോൾ അയൽവാസികൾ ചോദിച്ചത് എന്താ മോള് തടിച്ചിക്കണ്, മോൾക്ക് എന്താ ഗർഭമുണ്ട്? അപ്പോൾ ഇവർ കേസ് കൊടുത്ത് മോളെ കുറിച്ച് അപവാദങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് അവിടെ അവസാനിച്ചു. ഇവള് ശരിക്കും ഗർഭിണിയാണ്. അങ്ങനെ ഇവള് പ്രസവിച്ചു. ആ പ്രസവത്തിലുള്ള കുട്ടിനെ ഇവള് ഇല്ലാതാക്കിയിട്ട് ബാത്റൂമിലാണ് പ്രസവിക്കുന്നത്. ഇവിടെ ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ പ്രസവിക്കും. ഇതൊക്കെ എടുത്തു സുഖമായിട്ട് പ്രസവിച്ചു, ഒരു കുഴപ്പമില്ല. ഒരു പള്ളാടാൻ പോക്കില്ല, വേറെ വയറുവേദന ഇല്ല, ഒരു പ്രശ്നങ്ങളില്ല. ഇതൊക്കെ നല്ല പോലത്തെ പ്രസവങ്ങളാണെങ്കിൽ ഇല്ലാത്ത പുകയിലുണ്ടാവില്ല. തിന്നാൻ അത് വേണം, ഇത് വേണം, പള്ളാടാൻ പോകണം, ഇങ്ങനെ എന്തൊക്കെ പുകയിലുകളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. ഇത് സുഖസുന്ദരമായിട്ട് പ്രസവിക്കുന്നു, കുട്ടിനെ കുഴിച്ചു മൂടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവളുടെ വിശ്വാസം എന്താണെന്നറിയോ? ഇവള് അത്രയും മതവിശ്വാസിയാണ്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് തിരുനാവായലോ വല്ല നദിയിൽ എടുത്ത് പുണ്യ നദിയിൽ ഒഴുക്കിയാൽ ആ പാപം തീരുമെന്നുള്ള വിശ്വാസം. അപ്പൊ നല്ല വിശ്വാസിയായ അനീഷ, അവരുടെ മതത്തിൽ നല്ല വിശ്വാസിയാണ്. ഇത് ചെയ്താൽ ഇത് കാമുകർക്ക് എടുത്തു കൊടുക്കുകയാണ് ഈ എല്ലും കഷ്ടങ്ങളെ. കാമുകൻ ഇത് അവിടെ വെച്ചു. എന്തിനാണെന്നറിയോ? എന്നേലും ഒരിക്കൽ ഇവള് തനിക്കിട്ട് പണി തരാണെങ്കിൽ ഇത് ഉപയോഗിക്കാലോ എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഇതാണ് എൻ്റെ ദുഷ്ടചിന്ത. അങ്ങനെ 2024 ഇവള് വീണ്ടും ഗർഭിണിയായി. 2ാമതും ഇവള് പ്രസവിച്ചു, ആരും അറിയാതെ വീട്ടിൽ പ്രസവിച്ചു. ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ കഴിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കി. ബാക്കിയൊക്കെ യൂട്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിൻ്റെയും സോഴ്സ് യൂട്യൂബ് ആണല്ലോ. അങ്ങനെ പ്രസവിച്ച് ഇവൾ ആ കുഞ്ഞിൻ്റെ മുഖം പൊത്തിപ്പിടിച്ച് ഇല്ലാതാക്കി കൊന്നു കളഞ്ഞിട്ട് അതിനെയും കുഴിച്ചിട്ടിട്ട് അതിനായിട്ട് ഒരു സ്കൂട്ടിയിൽ കവറിലാക്കി കൊണ്ടുപോയിട്ട് ഈ ഭവിനെന്ന് പേരുള്ള ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ട് 2 പേരും ചേർന്ന് കുഴിച്ചിട്ടിട്ട് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തെടുക്കണം. എടുത്തിട്ട് ആ എല്ല് നമുക്ക് എന്ത് ചെയ്യണം? പുണ്യ നദിയിൽ തിരുനാവായ ഭാരതപ്പുഴയിൽ ഒഴുക്കാം. അങ്ങനെ പലതും ഉണ്ടല്ലോ, ഒഴുക്കാം. അപ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ തീരുന്നു പറഞ്ഞു. അങ്ങനെ അതും അവൻ എടുത്തു വെച്ചു. ഇതൊക്കെ ഒരു ബാഗിലാക്കി വെച്ചു. പക്ഷേ ഇവനിത് ഒഴുക്കിയില്ല.
അങ്ങനെ രണ്ടാമത്തെ പ്രസവം 2024 കഴിഞ്ഞ് ഇപ്പോൾ 2025 ഇവള് പതുക്കെ പതുക്കെ ഇവൻ്റെ ഈ ശല്യം കാരണം ഈ പ്രണയത്തിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങി. ഇപ്പൊ പഴയ പോലെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇവനാണെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവൾക്ക് അങ്ങോട്ട് ഇവൻ്റെ ഈ ഒരു സംശയരോഗവും ഇവള് പതുക്കെ പതുക്കെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവൻ ചെയ്തെന്താണ്, ഇത് നടക്കൂല, അനക്കങ്ങനെ വേറെ വിവാഹം കഴിക്കാൻ സമ്മതിക്കൂല. അങ്ങനെയാണ് ഇന്നലെ ഇവൻ ഫോൺ ചെയ്യുമ്പോൾ ഇവള് ബിസിയാണ്. അപ്പോൾ നല്ല മദ്യപിച്ചാണ്. ഇവൻ പറഞ്ഞു ഞാനിത് പോലീസ് സ്റ്റേഷനിൽ പറയും. ഇവള് കുറേ തടയാൻ നോക്കി. അപ്പോൾ ആ കള്ള് കുടിച്ചിട്ട് തനിക്ക് തൻ്റെ പ്രണയിക്കുന്ന പെണ്ണിനെ വിളിച്ച് ഓള് വേറെ കല്യാണത്തിന് മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ തെളിവൊക്കെ ഗർഭമൊക്കെ ഇല്ലാതായിക്കണല്ലോ, ആരും അറിഞ്ഞിട്ടില്ലല്ലോ, ഇവനെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഇവൻ ഈ സാധനമായിട്ട് നേരെ സ്റ്റേഷനിൽ വന്നിട്ട് കീഴടങ്ങി. ഇതിപ്പോൾ ഞാൻ ഈ വാർത്ത പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ഒരു വാർത്തക്കടിയിൽ എവിടെയെങ്കിലും ഇവരുടെ മതം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? വേണ്ട. ഈ ഒരു അനീഷക്ക് പകരം അനീഷ ഒരു മുസ്ലിമാണെന്ന് വിചാരിക്കുക. 6-ാം നൂറ്റാണ്ടിൻ്റെ കൾച്ചറാണ്. ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഇവർ ഒന്നിനും നേരം പുലരാത്തവരാണ്. ഇവർ ഒരു എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരും. ഞാൻ 2 ആളുകളുടെ കൾച്ചറാണ് പറയണത്. ഒന്നൊരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന നല്ലപോലെ വിവാഹം കഴിച്ച ഒരു മുസ്ലിം സ്ത്രീ, അവരുടെ ഒരു വിശ്വാസം അക്കിപ്പഞ്ചർ വിശ്വാസപ്രകാരം അവർ ചികിത്സിക്കാൻ അലോപ്പതിക്ക് പോകുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആക്സിഡന്റലി ആ കുട്ടി മരണപ്പെട്ടു. ആ ഉമ്മ അനുഭവിക്കുന്ന ഒരു വേദന, ഉപ്പ അനുഭവിക്കുന്ന അത് എന്തൊക്കെ ഉണ്ടായിട്ടും സോഷ്യൽ മീഡിയ മുഴുവനും ഇവരെ വലിച്ചു കയറി എന്തൊക്കെ തരത്തിലുള്ള പോസ്റ്റുകളാണ് എഴുതി വിട്ടത്. ആ മകൻ നഷ്ടപ്പെട്ട വേദനയുടെ ഇതിനിടയിലാണ് അവരൊരു അക്യുപഞ്ചറിസ്റ്റ് ആയിപ്പോയി എന്നുള്ളത് കൊണ്ടുള്ള വേദന. ഞാൻ ഒരിക്കലും അവർ ചെയ്തതിനെ ന്യായീകരിക്കില്ല. അവർ ചികിത്സിക്കേണ്ടതായിരുന്നു. ഇനി അത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കട്ടെ. പക്ഷെ ഇപ്പുറത്ത് വിശ്വാസപരമായിട്ട് ഔന്നിത്യമുള്ള ഒരു അനീഷ തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഇവരൊന്നും അമ്മ എന്ന് വിളിക്കരുത്. ഇവരിന്നലെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഒരു കാഴ്ച കാണാം, പൊട്ടിക്കരയുന്ന ഒരു രംഗം, സ്വന്തം മാതാവിനെ കെട്ടിപ്പിടിച്ചിട്ട്. ഇതുപോലെ ഒരു കുഞ്ഞിനെ അല്ലേ ഇവർ കൊന്നു കളഞ്ഞത്? ഇവരൊരിക്കലും അമ്മ എന്ന് വിളിക്കരുത്. പ്രസവിച്ച സ്ത്രീ, അത്രയുള്ള പേരെ പറയാൻ പറ്റുള്ളൂ. ഇവർ ഈ ഭവിന്റെയും അനീഷയുടെയും മതം ഒരു ചർച്ചയല്ല. അവർ മതത്തിന്റെ പേരിൽ അവർക്ക് ഒരു പഴിയും കേൾക്കണ്ട. അവരുടെ ഇതേതാ മതം എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് ഇവരിങ്ങനെ ആയതുകൊണ്ട് ഇസ്ലാമത്തിന് മറുപടി പറയണം, ഹദീസ് വെച്ചിട്ട് മറുപടി പറയണം, നമ്മളിങ്ങനെ നബി ചികിത്സയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പറയണം. ഞാനിത് പറഞ്ഞത് ഈ അസമത്വം ചൂണ്ടിക്കാണിക്കാനാണ്. ഒരു ഭാഗത്ത് മുസ്ലിം ആണെങ്കിൽ മതത്തിന്റെ പേരിലുള്ള വേട്ടയാടലാണ്, മറുഭാഗത്ത് മറ്റു മതക്കാരാണെങ്കിൽ മതത്തിന്റെ പേരിലുള്ള വേട്ടയാടലില്ല, മറിച്ച് ആ ആളെയോ കുറ്റകൃത്യത്തെ മാത്രമേ അഡ്രസ്സ് ചെയ്യുള്ളൂ. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ തിരുത്തിക്കോളൂ. അല്ലല്ല നീ പറഞ്ഞത് ശരിയല്ല, ഇവർ ഈ മതത്തിന്റെ പേരിലാണ്, അങ്ങനെ എങ്ങനെയാണ് തിരുത്താം. ഞാൻ തിരുത്താൻ തയ്യാറാണ്. ശരിയായ രീതിയിലാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഇതൊരു മതത്തിന്റെ പേരിൽ മാത്രം ഇതിനെ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ മതത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു. അത് മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഹുദ്ഹുദ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ കുതിരയുടെ പേരെന്താണെന്നാണ് ചോദ്യം. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുമ്പോൾ ഈ കുതിരക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട്.
ഹുസൈൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയത് ടെൻറ്റുകൾ കഴിയുന്ന സ്ത്രീകളെ വന്ന് അറിയിച്ചത് പോലും ഈ കുതിരയാണ്. പിന്നീട് ഈ കുതിരയെ എങ്ങോട്ടോ ഓടി മറിഞ്ഞു, ടൈഗ്രിസ് നദിയുടെ ഭാഗത്തേക്ക് ഓടിയതാണ്. പിന്നെ ആ കുതിരയെ ആരും കണ്ടിട്ടില്ല. ഈ കുതിരയുടെ ഒരു ഓർമ്മക്ക് ഇന്നും മുഹറം 10 ഷിയാക്കൾ ഇതുപോലെ ഒരു കുതിരയെ കൊണ്ടുവന്നിട്ട് ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ ഒരു കുതിരക്കൊരു പേരുണ്ട്. ആ പേരെന്താണെന്നാണ് ചോദ്യം. ഞാൻ 2 പേര് പറയാം. ഒന്ന് ദുൽഫുഖർ, മറ്റൊന്ന് ദുൽജന. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.